Hello everyone, welcome to Expert GAN Corporate Training and Consulting. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എക്സലിലെ മാക്രോസ് ഫംഗ്ഷൻ ആണ്. മാക്രോസ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളൊരു ആക്ഷൻ എക്സലിലെ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ എക്സലിൽ റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾക്ക് എവിടെയാണോ ഇത് അപ്ലൈ ചെയ്യേണ്ടത് അവിടെ നമുക്ക് ഈ റെക്കോർഡ് ചെയ്ത ഈ ഒരു മാക്രോ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതായത് നമ്മൾ ഒരു ആക്ഷൻ എക്സലിനെ റെക്കോർഡ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ എക്സലിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. ഇതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതേ ആക്ഷൻ നമുക്ക് റിപ്പീറ്റ് ചെയ്യുക. അപ്പം അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് കാണാം. അതിന് മുമ്പേ നമ്മൾ എക്സലിൽ മാക്രോസ് ഇനേബിൾ ചെയ്യണം. മാക്രോസ് ഇനേബിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോവുക, ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമൈസ് ദ റിബൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ കസ്റ്റമൈസ് ദ റിബൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മെയിൻ ടാബ്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡെവലപ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കാരണം ഡെവലപ്പർ എന്ന് പറയുന്ന ടാബ് ഡിഫോൾട്ട് ആയിട്ട് ഡിസേബിൾ ആയിരിക്കും. അപ്പം അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിനെ ഇനേബിൾ ചെയ്യുക. അപ്പം ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡെവലപ്പർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. ആ ഡെവലപ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മാക്രോസിൻ്റെ ഓപ്ഷൻസ് ഒക്കെ കാണാം. അപ്പം ഞാൻ ആദ്യം ഇവിടെ ചെയ്യുന്നത് ഒരു മാക്രോ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത്രയും സെലക്ട് ചെയ്തൊരു സെല്ല്, ഈ ഒരു സെല്ലിൻ്റെ കളറ് റെഡ് കളർ കൊടുക്കാൻ പോവാണ്. അപ്പം ഇതാണ് ഞാൻ മാക്രോസിന് അല്ലെങ്കിൽ മാക്രോസിൽ എക്സലിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു ഐറ്റം അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത് ഇതാണ്. ഇത്രയും സെല്ലിന് ഞാൻ റെഡ് കളർ കൊടുക്കുന്നു. അപ്പം അതിനു വേണ്ടി ചെയ്യേണ്ടത് ഡെവലപ്പർ ടാബിൽ പോവുക, റെക്കോർഡ് മാക്രോ ക്ലിക്ക് ചെയ്യുക. അപ്പം മാക്രോന് ഒരു പേര് കൊടുക്കണം. അപ്പം ഞാൻ റെഡ് കളർ എന്ന് കൊടുത്തു. അപ്പം പേര് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും സ്പേസ് ഉണ്ടാവാൻ പാടില്ല. റെഡ് കളർ എന്ന് കൊടുത്തു. അപ്പം വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മാക്രോന് ഒരു ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്യാം. അതായത് നമുക്ക് ഇനി ഇത് ഇനേബിൾ ചെയ്യണം. അപ്പം ഞാനിപ്പോൾ ഒരു കൺട്രോൾ R ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് കീ ആയിട്ട് കൺട്രോൾ R. അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് R ആണ് വന്നിരിക്കുന്നത്. അപ്പം സ്റ്റോർ മാക്രോയിൻ നമുക്ക് ഇവിടെ 3 ഓപ്ഷൻസ് കാണാം. ഒന്ന് പേഴ്സണൽ മാക്രോ വർക്ക് ബുക്കിൽ അല്ലെങ്കിൽ ന്യൂ വർക്ക് ബുക്കിലും അല്ലെങ്കിൽ ദിസ് വർക്ക് ബുക്കിലും. അപ്പോൾ നമുക്ക് വേണ്ടത് ദിസ് വർക്ക് ബുക്കിലാണ്. അപ്പോൾ ഞാൻ ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ മാക്രോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒരു സെല്ലിന് റെഡ് കളർ കൊടുക്കുന്നു. ക്ലിക്ക് ചെയ്തു, റെഡ് കളർ കൊടുത്തു. ഇനി ഞാൻ ചെയ്യുന്നത് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഞാൻ ചെയ്തത് ഇത്രയാണ്. എക്സലിൽ പോയിട്ട് റെക്കോർഡ് ചെയ്തത് ഇതാണ്. സെല്ലിന് റെഡ് കളർ കൊടുക്കുന്നതായിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്തത്. ഇതൊരു ബേസിക് എക്സാമ്പിൾ ആണ് മാക്രോസിൻ്റെത്. ഇത് എക്സലിലെ ഓരോ ഫോർമുലയായിട്ട് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളത് നമ്മൾ വരുന്ന ഓരോ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു ബേസിക്. അപ്പം ഇനി എനിക്ക് റെഡ് കളർ വേറെ ഏതെങ്കിലും സെല്ലിൽ ഫില്ല് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇതാണ്. മാക്രോസിൽ പോവും, ഇവിടെ പോവുക, റെഡ് കളർ പോവുക, അത് റൺ ചെയ്യിക്കാം. അത് റൺ ചെയ്യിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത ആ ഒരു ആക്ഷൻ റിപ്പീറ്റ് ആവും. അപ്പോൾ ഇനി ഈ ഒരു സെല്ല് കളർ ചെയ്യണമെങ്കിൽ മാക്രോസിൽ പോവുക, റെഡ് കളർ റൺ ചെയ്യിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ അതിനൊരു ഷോർട്ട് കട്ട് കീയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്ട് കട്ട് കീ എന്തായിരുന്നു, കൺട്രോൾ ഷിഫ്റ്റ് R. അപ്പം അതും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മളുടെ മാക്രോസ് റൺ ചെയ്യും. അപ്പം ആ മാക്രോസ് റൺ ചെയ്യിക്കേണ്ട ഷോർട്ട് കട്ട് കീ ആണ് നേരത്തെ അവിടെ ചോദിക്കുന്നത്. അപ്പം എനിക്കിനിയിപ്പം ഈ ഒരു ടേബിൾ ഫുള്ള് റെഡ് കളർ ആക്കണമെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് R അതായിരുന്നു നമ്മൾ നേരത്തെ അതിന് കൊടുത്ത ഷോർട്ട് കട്ട് കീ. അപ്പം ഇതാണ് മാക്രോസിൻ്റെ ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ.